അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ചൂസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗും പറയുന്നത് നമ്മൾ ഒന്ന് അബുദാബിയിലോട്ട് പോയിട്ടുണ്ടായിന്. എൻ്റെ അബുദാബിയിലത്തെ രണ്ടാമത്തെ വ്ളോഗാണ് ഗൈസ് ഇത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ വ്ളോഗ് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും, പോയിട്ട് കാണാം. അതുപോലെ നമ്മൾ അത് പോയിട്ടുണ്ടായിരുന്നത് മോസ്കോയിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ അല്ലറ ചില്ലറ ഷോപ്പിങ്ങും, പിന്നെ അതുപോലെ നമ്മൾ അബുദാബിയിൽ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്, പിന്നെ അവരുടെ അടുത്തെല്ലാം ആയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ വ്ളോഗ് ഫുള്ളായിട്ട് കാണാം. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കല്ലേ. ഞാൻ അബുദാബിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നത് ഒരു സൺഡേ ആണ്. എന്താ വെച്ചാൽ സൺഡേ ആകുമ്പോൾ നമുക്ക് നല്ല റിലാക്സ് ആയിട്ട് എവിടെ പോകുന്നെങ്കിലും പോവാം. അതുകൊണ്ടാണ് സൺഡേ പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ ഉച്ച ഫുഡെല്ലാം കഴിച്ച പിന്നെ ഉറങ്ങി എണിച്ച് പിന്നെ എല്ലാം ആയിട്ടാണ് നമ്മൾ ഇത് പോകുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെ ഫാമിലീൻ്റെ ഒക്കെ ആയിട്ടാണ് പോകുന്നത്. ഇതാണ് ഇവുഷ്. ഞാൻ എൻ്റെ അധിക വ്ളോഗിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ ഫ്രണ്ടിൻ്റെ മോളാണ് ഇവുഷ്. അങ്ങനെ നമ്മൾ എല്ലാവരും കാറിലെല്ലാം കയറിയിട്ട് നമ്മൾ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെ കാറിലാണ് പോകുന്നുള്ളത് അബുദാബിയിലേക്ക്. ഇതാണ് നമ്മൾ ഇവുഷ്. അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടുണ്ട്. പിന്നെ ഓൾക്ക് ബെഡെല്ലാം കിട്ടിയിട്ടുണ്ടായിന് കിടക്കാൻ. എന്താ വെച്ചാൽ അതിലൊരു സാധനം ഉണ്ടായിന്. അതുകൊണ്ട് തന്നെ നടുവിലത്തെ സീറ്റിനെ മടക്കി കൊടുത്തോണ്ട് ഓൾക്ക് നല്ല ബെഡ് പോലെ കിട്ടി. അതിനൊരു പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടാണ് ഗൈസ് നമുക്ക് മെക്ഡൊണാൾഡ്സിൽ ഒരു ഐസ്ക്രീം തിന്നാൻ ആസായത്. അങ്ങനെ അതും വാങ്ങിയിട്ട് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടും ബിസി പറഞ്ഞുകൊണ്ട് പോകാനുള്ളത്. അങ്ങനെ ഏകദേശം നമ്മൾ അബുദാബിയിലേക്ക് പള്ളീൻ്റെ ഇത് കാണുന്നുണ്ട്. ഏകദേശം നമ്മൾ എത്തിക്കഴിഞ്ഞ് പള്ളീൻ്റെ അടുത്തേക്ക്. എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ ട്രാവലിങ്ങിൻ്റെ ഒന്നും ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. അങ്ങനെ ഇവുഷ് ഉറക്കത്തുനിന്നെല്ലാം എണിച്ചിട്ട് പള്ളിക്ക് എത്തിയല്ല സന്തോഷമാണ് അവൾക്ക്. എന്നുവെച്ചാൽ കുറേ ടൈം ആയില്ലേ വണ്ടിയിൽ തന്നെ അമ്മ. അങ്ങനെ പിന്നെ നമ്മൾ പെയ്തെന്നുള്ളത് പാർക്കിംഗ് ആണ്. വീക്കെൻഡിൽ വന്ന ആൾ അൽമും പറയുന്നത് പാർക്കിംഗ് പെട്ടെന്നൊന്നും കിട്ടാല്ല, നല്ല ആളല്ലേ ഈ മോസ്കോയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് പാർക്കിങ് ചെല്ലുന്നത് മാളിൻ്റെ താഴെ തന്നെ ഒരു പാർക്കിങ് ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ആടെ വെച്ചിട്ട് പിന്നെ നേരെ മോസ്കോയിലേക്ക് കയറുമ്പോൾ കിട്ടുന്ന മാളാണിത്. ഇതിൻ്റെ ഉള്ളിൽ കുറേ കാഴ്ചയുണ്ട് നമുക്ക് കാണാൻ. അങ്ങനെ നമ്മൾ ഒരു സാധനം നോക്കിക്കൊണ്ട് പോകുമ്പോഴാണ് അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് കാണുക. അത് നമ്മൾ കുറേ സമയം ഇങ്ങനെ തടിയിട്ടെല്ലാം നോക്കി, എന്ത് ഭൂതമൊന്നും വരുന്നില്ല ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ അവിടുന്ന് കുറച്ച് കാര്യങ്ങളെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ട് വന്നിട്ട് എൻട്രൻസിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് എടുത്ത് അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ മോസ്കോയിലേക്ക് പോവാണ്. മോസ്കോയിലേക്ക് പോകുമ്പോൾ കുറച്ചിങ്ങനെ വീഡിയോസെല്ലാം എടുക്കാറ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കുറേ നടക്കാണ് ഗൈസ് ഉള്ളത്. അതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോകാനും മടി. മറ്റേച്ചാൽ എന്തോ ഒരു രസമാണ്. പിന്നെ ഞാൻ വിചാരിച്ചുകൊണ്ടുണ്ടായത് കുറച്ച് നൈറ്റ് ആകുമ്പോൾ എത്തുന്നതാണ്. എന്തെന്നറിയില്ല, ട്രാഫിക്കൊന്നും ഉണ്ടായിട്ടാന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മുമ്പേ എത്തിയിട്ടുണ്ടായിരുന്നു, ഒരു ഈവനിങ് കഴിഞ്ഞ ആ ഒരു ടൈം. പക്ഷേ UAE നല്ല ചൂടല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ടാകുമ്പോൾ ഒരു ചൂടുണ്ട് ഗൈസ്. അതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. അങ്ങനെ നമ്മൾ എന്താവും എന്തൊന്നും അറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഫോട്ടോ എടുക്കണമെന്നെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് വീഡിയോസെല്ലാം എടുത്ത് പിന്നെ അങ്ങനെ ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്ന ഒരു കുറച്ച് 2-3 ഫോട്ടോസെല്ലാം എടുത്ത്. മോശമില്ല, എന്ന് വെച്ചാൽ നല്ല വെയിലടിക്കും, നല്ല ചൂടായതുകൊണ്ട് നമുക്കങ്ങനെ അവിടെ കുറേ ടൈമൊന്നും നിൽക്കാൻ പറ്റുന്നില്ല. കുറച്ച് ടൈം വന്നിട്ട് നമ്മൾ പെട്ടെന്ന് കുറച്ച് എല്ലായിടത്തും ഇങ്ങനെ നോക്കാനത്ത് കറങ്ങി പിന്നെ കുറച്ച് വീഡിയോസെല്ലാം എടുത്ത് ഗൈസ്. അങ്ങനെ കുറച്ച് ടൈം നമ്മൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഗൈസ്. എന്താ വെച്ചാൽ ഫോട്ടോസ് വീഡിയോസെല്ലാം എടുക്കാത്ത. അങ്ങനെ ഇവൂഷെല്ലാം നല്ല ടയേർഡായിട്ട് ഇരിക്കുകയാണ്. എന്താ വെച്ചാൽ എവിടെ നോക്കിയാലും ഇവിടെ ചൂടാണ്. ഇവിടെ വരാനും നല്ലത് തണുപ്പിന് വരുന്നതാണ് ബെസ്റ്റ്. രാത്രിയായാലും എപ്പോഴായെങ്കിലും ഇവിടെ ചൂടാണ്. പിന്നെ അങ്ങനെ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി. ഇവിടെ ആണെങ്കിൽ AC ഉണ്ടോ, തണുപ്പത്ത് കുറച്ച് ടൈമെങ്കിൽ ഇതിൽ നിൽക്കാം. അങ്ങനെ എന്താക്കി പുറത്തിറങ്ങിയാൽ മാത്രമാണ് ചൂട്. ഇതിൻ്റെ ഉള്ളിലൊന്നും ഫുള്ള് AC ആണ്. അതുകൊണ്ടൊന്നും ഇതിൽ നടക്കുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ടാകുന്നില്ല. പിന്നെ ഇത് ഫുള്ള് പള്ളീൻ്റെ രൂപമാണ്. ഇവിടുത്തെ അബുദാബിയിലത്തെ പള്ളിയും പിന്നെ വേറെ 2 പള്ളീൻ്റെതാണ് ഇതിലുണ്ടായിരുന്നത്. അതിൻ്റെ ജസ്റ്റ് വീഡിയോ എടുക്കാത്ത. പിന്നെ നമ്മൾ നേരെ കയറിയത് ഇവിടെ ഉണ്ട് ഷോപ്പിലേക്കാണ്. ഇത് മാളിൻ്റെ ഉള്ളിലെ ഷോപ്പിലാണ്. അങ്ങനെ അവിടുന്ന് കുറച്ച് വീഡിയോസെല്ലാം എടുത്തിട്ട് പിന്നെ നേരെ പോകുന്നുള്ളത് നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കാണ്. ഇവിടെ അബുദാബിയിൽ തന്നെയാണ്, സിറ്റീൻ്റെ അടുത്ത്. അപ്പോൾ ഫുള്ള് സിറ്റീൻ്റെ വീഡിയോ ആണ് ഗൈസ്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റും ചെല്ലുന്ന നീറ്റാണ്. ദുബായിൽ എവിടെയായാലും നീറ്റാണ്, എന്നാലും അബുദാബി സിറ്റിയാണ് ഏറ്റവും നീറ്റ് ക്ലീനിങ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് കാണാൻ. രാത്രിയാണെന്ന് തോന്നുന്നു അത്ര വലിയ ക്ലിയർ ആയിട്ടൊന്നും കാണുന്നില്ല. രാവിലെ നല്ല ഭംഗിയാണ് കാണാനും. അതിന് കുറച്ച് വീഡിയോസെല്ലാം എടുത്തുകൊണ്ട് നേരെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടേക്കാണ് ഗൈസ്. അങ്ങനെ അവിടെ തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വില്ലയിലാണ് അവർ താമസിക്കുന്നത്. അങ്ങനെ നേരെ അങ്ങോട്ടേക്കാണ്. ഇനി അവിടുത്തെ വീഡിയോ കാണാം ഗൈസ്.
പോയപ്പാട് തന്നെ നല്ല ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്താ വെച്ചാൽ തണുത്തത് എനിക്ക് കിട്ടണമെന്നുണ്ടായിന്, നല്ല ചൂടത്തുനിന്ന് വന്നല്ലേ, അങ്ങനെ നല്ല തണുത്ത ജ്യൂസ് കുടിച്ച്. അതുപോലെ ഇതാ അടിപൊളി മന്തിയാണ് ഗൈസ് തുറക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടാണ് അവിടെ നിന്ന് പോയിട്ടുണ്ട്. അതിനകത്ത് നല്ല മന്തിയായിരുന്നു, ഫുള്ള് ഗ്രില്ലായിട്ടുണ്ട് അതിനകത്ത്, നല്ല അടിപൊളി മന്തി. അങ്ങനെ അതെല്ലാം കഴിച്ച് പിന്നെ നല്ല ബിസിയെല്ലാം പറഞ്ഞ് കുറേ ആയില്ലേ നമ്മൾ കാണാത്ത. മുമ്പത്തെ അബുദാബിയിൽ പോയിട്ടാകുമ്പോൾ അവരെ കണ്ടിട്ടുണ്ടായിന്, അതുകൊണ്ട് തന്നെ കുറേ ആയി നമ്മൾ കാണാത്ത. അങ്ങനെ ഫുള്ള് ബിസിയെല്ലാം പറഞ്ഞ് ഇവുഷിനാണെങ്കിൽ നല്ല ഫ്രണ്ടിനെല്ലാം കിട്ടി. അങ്ങനെ ഇവുഷും നല്ല കളിച്ചുകൊണ്ടെല്ലാം ഉണ്ടായിന്. അങ്ങനെ നമ്മൾ പോകാൻ നേരത്ത് നല്ല ചായ കിട്ടി ഗൈസ്. അങ്ങനെ ചായ എല്ലാം കുടിച്ച് ഫ്രൂട്ട്സ് എല്ലാം തിന്ന് അങ്ങനെ നമ്മൾ കുറേ രാത്രിയാകുമ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അതിനകത്ത്. അങ്ങനെ അവരോടെല്ലാം ബിസിയെല്ലാം പറഞ്ഞിട്ട് ഇറങ്ങി ഗൈസ്. എന്താ വെച്ചാൽ ഇനിയും നമ്മൾ കുറേ പോകണമല്ലോ ദുബായിലേക്ക്, അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് പിന്നെ ഇറങ്ങി. അങ്ങനെ അവരോടെല്ലാം ബൈ ബൈ ചെയ്ത് അങ്ങനെ നമ്മളെ അബുദാബി വ്ളോഗ് കഴിയാണ് ഗൈസ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കണ്ടിട്ട് ലൈക്കും ഷെയറും ചെയ്യാനും മറക്കല്ലേ.